നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പെപ്പിനിട്ട് പണി കൊടുക്കുക റൂബൻ അമോറിം രണ്ടാം തവണയാണ് ഇപ്പോൾ ചെറിയ കാലയളവിനുള്ളിൽ ഇത് ചെയ്യുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ സിറ്റിയെ 4-1 സ്പോർട്ടിംഗ് തോൽപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം സ്പോർട്ടിംഗ് വിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ ഡെർബി റൂബൻ അമോറിം വീണ്ടും വെന്നിക്കൊടി നാട്ടി 2-1 ഇന്നലെ ഇത്തിഹാദിലിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മാഞ്ചസ്റ്റർ സിറ്റിയെ പരാജയപ്പെടുത്തുന്നത്. മത്സരത്തിൻ്റെ അവസാന ഘട്ടം വരെ സിറ്റി മുന്നിട്ടെന്നാണ്. പക്ഷേ പിന്നെ ഒരു പെനാൽറ്റി, അതിനുശേഷം അമാദ് ഡിയാലോയുടെ ഗോള്, അത് 2-1 വിജയമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് സമ്മാനിച്ചത്. സോ റൂബൻ അമോറിം പെപ് ഗാർഡിയോളക്ക് വീണ്ടും പണി കൊടുക്കുന്ന കാഴ്ച. ഇപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടങ്ങൾ നോക്കിയ 2 കളികൾ അവർ പരസ്പരം ഏറ്റുമുട്ടി. 2024-25 സിറ്റിക്കും അതുപോലെ സ്പോർട്ടിങ്ങിനുമായിട്ട് പരിശീലക സ്ഥാനം ഏറ്റെടുത്തിട്ട് 2 തവണ പെപ്പിനെ നേരിട്ട റൂബൻ അമോറിം 2 മത്സരങ്ങളും വിജയിച്ചിരിക്കുകയാണ്. 100% സക്സസ് റേറ്റ്. 6 ഗോളുകളാണ് അദ്ദേഹത്തിൻ്റെ പെപ്പിൻ്റെ ടീമിൻ്റെ വലയിലേക്ക് അടിച്ചതെങ്കിൽ തിരികെ 2 ഗോളുകളാണ് കൺസീഡ് ചെയ്തത്. 9 ബിഗ് ചാൻസുകൾ അദ്ദേഹത്തിൻ്റെ ടീമുകൾ ക്രിയേറ്റ് ചെയ്തു. അതിൽ 2 ബിഗ് ചാൻസുകളാണ് തിരികെ കൺസീഡ് ചെയ്തിട്ടുള്ളതെങ്കിൽ 3.2 ഷോട്ട്സ് ഓൺ ഗോൾസ് സിറ്റിയുടെ നേരേക്ക് അദ്ദേഹത്തിൻ്റെ ടീമുകൾ ഉതിർത്തു. 37.5% ബോൾ പൊസിഷൻ. അങ്ങനെയാണ് ഈ 2 വിജയങ്ങളും ഉണ്ടാക്കിയെടുത്തത് എന്ന കാര്യം കൂടി ഓർക്കുക. എന്തായാലും പെപ്പിന് വീണ്ടും തലവേദന. ഇനി മുന്നോട്ട് പോകാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം ആലോചിക്കുന്നതെങ്കിൽ റൂബൻ അമോറിമിന് ഇത് സന്തോഷ നിമിഷമാണ്. നോക്കുക, സാക്ഷാൽ സർ അലക്സ് ഫെർഗൂസന് ശേഷം ആദ്യമായിട്ടാണ് ഒരു കോച്ച് തൻ്റെ ആദ്യ പ്രീമിയർ ലീഗ് മാഞ്ചസ്റ്റർ ഡെർബിയിൽ വിജയം കാണുന്നത്. റൂബൻ അമോറിം ബിക്കം ജസ്റ്റ് ദി സെക്കൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബോസ് ടു win their first Premier League Manchester Derby after സർ അലക്സ് ഫെർഗൂസൻ. എന്തായാലും എന്തൊരു തിരിച്ചുവരവാണ് ഇത്തിഹാദിൽ ഇന്നലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നടത്തിയത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.